തുറന്ന മുഖപുസ്തകത്തെ വിശ്വാസപൂർവ്വം ഏൽപ്പിക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു മനസ്സന്തോഷം. നമ്മുടെ കണ്ണുകൾ കാണാൻ താഴെപ്പിഴവുകൾ മനസ്സിലാക്കി ഹൃദയത്തിന്റെ താളമെടുപ്പ് അറിയാൻ പറ്റുന്നവരാണ് സഹോദരം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കുമഞ്ഞുകൂടിയിരിക്കുന്ന സമ്മർദ്ദങ്ങളെ ഇറക്കി വെക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു മനസ്സൗഹൃദം. ആ സൗഹൃദത്തിന്റെ ഒരു ഒത്തുചേരലാണ് നമ്മളിപ്പോൾ ഉണ്ട്. അധ്യാപകരെ വളരെ സന്തോഷം. 1991 ബാച്ചുകാരൻ, പെരളശ്ശേരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC ബാച്ചുകാരനാണ്. പക്ഷെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുമായിട്ട് ഇപ്പൊ അഭേദ്യമായ ആത്മബന്ധം ഒരു കെമിസ്ട്രിയിലേക്കുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് സാറൊക്കെ എവിടെയുണ്ട്? എക്സൈസിലാണ് ജോലിയായതുകൊണ്ട് വിമുക്തി ക്ലബുമായി ബന്ധപ്പെട്ട് മമ്പർ ഹയർ സെക്കൻഡറി ആയാലും മമ്പർ ഇന്ദിരാഗാന്ധി ആയി കഴിഞ്ഞാലും UP സ്കൂളായി കഴിഞ്ഞാലും പിണറായി KG ആയി കഴിഞ്ഞാലും ഇന്ന് വിദ്യാലയവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കെമിസ്ട്രി ഒരു ക്ലബ് രൂപീകരിച്ചുകൊണ്ട് അവരെ കളിപ്പിക്കുകയാണ്. അവരുടെ പാഠ്യേതര വിഷയങ്ങളിൽ അവരുടെ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാർഷിക മേഖലയാവട്ടെ, ഗെയിംസുകളാവട്ടെ, ചിത്രരചനയാവട്ടെ, പെയിന്റുകളാവട്ടെ, പ്രബന്ധ മത്സരമാവട്ടെ, പ്രസംഗ മത്സരമാവട്ടെ, അവരുടെ സർഗാത്മകതയെ തൊട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതിയുമായി ഞങ്ങളും വിദ്യാലയങ്ങളിൽ എക്സൈസ് നടത്താറുണ്ട്. രജീഷ് മാഷൊക്കെ വയ്ക്കുമ്പോൾ മാഷൊക്കെ NSSന്റെ ചുമതല വഹിക്കുന്ന കാലഘട്ടത്തെ ഓർമ്മയിട്ട് ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഒരു ടീച്ചർ പോലും തന്നെ മുന്നിലിരിക്കുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ സ്വയം പ്രകാശിക്കുകയും വിദ്യാർത്ഥികൾക്ക് പ്രബോധനത്തുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. വിദ്യാർത്ഥികളുടെ സന്തോഷങ്ങൾ പങ്കുചേരുകയും ദുഃഖങ്ങളിൽ തളരുമാവുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. പാഠപുസ്തകങ്ങൾക്കപ്പുറം ജീവിതത്തിന്റെ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാണ് അധ്യാപകർ. കുട്ടിയുടെ രണ്ടാമത്തെ രക്ഷിതാക്കന്മാരാണ് അധ്യാപകർ. ആ അധ്യാപകരെ തൊട്ടവർക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്. ഇതേ നിങ്ങൾ പഠിച്ച നമ്മുടെ ഹയർ സെക്കൻഡറി, നിങ്ങൾ പഠിപ്പിച്ച നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSSുമായി ബന്ധപ്പെട്ട് അന്ന് NSSന്റെ ചുമതലയൊക്കെ വഹിക്കുമ്പോൾ ഒരു അധ്യാപകന് എങ്ങനെയാണ്, എന്താണ് കുട്ടികളുമായിട്ട് രസബന്ധനം എങ്ങനെയാണെന്നൊക്കെ നേരിട്ട് കണ്ടവരാണ്. NSSന്റെ ക്യാമ്പിൽ കുട്ടികളോടൊപ്പം പ്ലേറ്റിൽ ഇരുന്ന രാജേഷ് മാഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥി അവരോടൊപ്പം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന മാഷെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടികളുടെ ഒരു സഹോദരനായി, ഒരു അച്ഛനായി, ഒരു അധ്യാപകൻ കുട്ടികളുടെ ഹൃദയത്തെ കീഴടക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂന്തോട്ടങ്ങൾ സുന്ദരമായി നനച്ച് വെച്ച് പിടിപ്പിക്കുന്ന മാഷുകൂടിയും കണ്ടുകൊണ്ട് യഥാർത്ഥത്തിൽ ഇന്ന് വിദ്യാലയങ്ങളിൽ വലിയ രീതിയിലെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷെ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധികളെ അധ്യാപകർ നേരിടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട മേഖല പഠിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ബയോളജിയാണ്. ഇപ്പോൾ ഓർമ്മയുണ്ട്. ബയോളജി എടുത്തതാണ് ഒരു മൊയ്തി മാഷ കൂടെ എത്തുന്ന മൂത്തോളം പരിസരത്ത് കൂടിയാണ് താമസം. ഞങ്ങൾ വിളിച്ചിരുന്ന സ്കൂൾ കലശം മൊയ്തി മാഷ വേദന എനിക്ക് കിട്ടിയ അടിക്ക് കണക്ക് ഓർമ്മയ്ക്ക് ചോദന. പക്ഷെ ചുവന്ന തൊടുത്ത ഈ അടിക്കിട്ടിയ കൈയുമായി ഞാൻ വീട്ടിൽ പോയിട്ട് എന്റെ പ്രിയപ്പെട്ട അമ്മയോട് ഇത് മൊയ്തി മാഷ അടിച്ചില്ല ചുവന്നെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ നിന്ന് വേറെ ഒരിടത്തിന് കടിയിട്ടു. പഠിക്കാണ്ട് മാഷെടുക്കുന്ന അടി വാങ്ങി വന്നു. അത് മാഷെടുക്കുന്നൊക്കെ കിട്ടിയ അടിയാവും അടിതെറ്റാത്ത ഒരു പക്ഷെ നമ്മളെയൊക്കെ ഉയർത്തിച്ചിട്ടുണ്ടാവും. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ അധ്യാപകർ വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വലിയ വെല്ലുവിളികളാണ് നേരിടുന്നത്. അത്തരം പ്രതിസന്ധികളിലേക്ക് അതിസമർത്ഥമായി തരണം ചെയ്തുകൊണ്ട് മക്കളുടെ അവരോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ അതിസമർത്ഥമായി തരണം ചെയ്യാൻ മികച്ച മാനസികാരോഗ്യം അതിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പോരാട്ടങ്ങൾ വിദ്യാലയങ്ങൾ നടത്തുകയാണ്. ഇന്ന് അധ്യാപകരുടെ കയ്യിൽ വഴിയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ കാണുന്നില്ല. ഈ വഴി ഉണ്ടായി തന്നെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ വെറുതെ ആക്കിയിട്ടുണ്ടാവും. വീട്ടിൽ പോയിട്ട് പറയും എന്താ അവിടെ കൈക്ക് ചെറിയ കുത്ത് കാണുന്നു, പോകുമ്പോൾ കണ്ടിട്ടില്ലല്ലോ, അത് എന്താണെന്ന് അറിയില്ല അമ്മ, പിന്നെ ഇങ്ങനെ കുത്ത് ഭാഷ അടിച്ചിട്ട് കയ്യിൽ വണ്ടിയിട്ട് കാണുന്നുണ്ട് എന്നാൽ നമുക്ക് നേരെ ബാലാവകാശ കമ്മീഷൻ ഓഫീസിലേക്ക് പോകാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വലിയ പ്രതിസന്ധികളേക്ക് നേരിടുന്നതാണ് അധ്യാപകർ. പക്ഷെ നമുക്കറിയാം ഇന്ന് മറ്റു ജോലികളിലെല്ലാം വ്യത്യസ്തമാണ് അധ്യാപക ജോലി. എന്റെ മുന്നിലിരിക്കുന്ന ടീച്ചർമാർക്ക് അറിയാം, ഞാനിപ്പോ 2031 മെയ് 31 പെൻഷനാവും. പെൻഷനായി കഴിഞ്ഞാൽ എന്റെ ഒരു ഷെഡ്യൂൾ മാത്രമേ, പിന്നെ എക്സൈസിൽ ഒന്നുമില്ല. നിങ്ങളുടെ ഉത്തര കാര്യം പെൻഷനായിട്ട് ഇപ്പോഴും ടീച്ചർ തന്നെയാണ്. ഇപ്പോഴും ബിന്ദു ടീച്ചർ, രുക്മിണി ടീച്ചർ, സിന്ധു ടീച്ചറായി കഴിഞ്ഞാൽ ആ ടീച്ചറിനോട് പാട്ടോട് മാറ്റമൊന്നുമില്ലല്ലോ. ഇത്രയും ഇപ്പോഴുള്ള ഡിഗ്നിറ്റിയുള്ള വേറെ ജോബ് എത്ര കാലഘട്ടം നിങ്ങൾ ബിന്ദു ടീച്ചർ മോള് ആ ടീച്ചർ എന്ന വാക്ക് ഇങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ബിൽപോൾ ഡിഗ്നിറ്റി സൊസൈറ്റി ഇത്രമാത്രമുള്ളത് ആർക്കാണ്?
ഒരു പൊതുസമൂഹത്തെ വാർത്തെടുക്കുന്ന ജോലിയിലെ അധ്യാപകരെ അറിവുകളെ തിരിച്ചറിവുകളാക്കി ലക്ഷ്യസ്ഥാനത്തേക്ക് മുന്നിലിരിക്കുന്ന 50 കുട്ടികളുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പോലെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരാണ് അധ്യാപകർ. ആ രീതിയിൽ പാകപ്പെടുത്തിയ അധ്യാപകരെ വർഷങ്ങൾക്ക് ശേഷം ചേർത്ത് ആദരിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അനൂപിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സദസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒരൊറ്റ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാം. അപ്പൊ മികച്ച ഒബ്ജക്ട് അഥവാ ലക്ഷ്യബോധം പുതിയ കാലഘട്ടത്തിലെ കുട്ടികളിൽ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുക. ലക്ഷ്യബോധമില്ലാതെ പുതിയ കാലഘട്ടത്തിൽ നമുക്കറിയാം. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരോഗ്യ മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ രാത്രി ഞങ്ങൾക്ക് വീട് നടത്തുമ്പോൾ ഫാസ്റ്റ് ഫുഡ് കടയിൽ 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ക്യൂ നിൽക്കുന്ന കുട്ടികളുണ്ടെന്നാണെങ്കിൽ ഭക്ഷണം ദഹിക്കാനുള്ള സംവിധാനത്തെ കുറിച്ചോ അതിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതങ്ങളെ കുറിച്ചോ മറ്റു ചിന്തകളൊന്നും ഇല്ല. അത്തരം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ബോധവാന്മാരാകുമ്പോൾ മികച്ച മാനസികാരോഗ്യം ഉണ്ടാവും. ആ മികച്ച മാനസികാരോഗ്യം ഉണ്ടാവുമ്പോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ അവർക്ക് സാധ്യതയില്ല. അവരുടെ ശരീരത്തിലെ മനസ്സിനെ ബാധിക്കുന്ന വില്ലനാണ് ലഹരി എന്ന ചിത്രങ്ങളെ മനസ്സിലേക്ക് വെച്ചുകൊള്ളുകയും അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോർ ചെയ്ത വ്യക്തിയുടെ പേര് റിച്ചാർഡ്സൺ ആണ്. റിച്ചാർഡ്സൺ ബ്രസീലുകാരനാണ്. ആ റിച്ചാർഡ്സനെ കുറിച്ച് എടുത്തത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്, റിച്ചാർഡ്സന്റെ അമ്മ ബ്രസീലിൽ ഒരു തെരുവിലെ ഐസ്ക്രീം ഒരു വണ്ടി വെന്തി വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. തന്റെ ബാല്യകാലത്ത് കഷ്ടപ്പാടിലൂടെ റിച്ചാർഡ്സന്റെ സുഹൃത്തുക്കള് ബ്രസീലിന്റെ മാത്രമേ ഒരു തെരുവ്